ഹലോ. അപ്പോൾ ഇന്ന് ചേട്ടനും മോക്കും ഒന്നും പോകണ്ടാത്ത ദിവസമായതുകൊണ്ട് വൈകുന്നേരം ഞങ്ങളൊന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ആലപ്പുഴ ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മോളും ഞാനും ചേട്ടനും കൂടെ ബീച്ചിലേക്ക് വന്നതാണ്. ഏകദേശം 5:30 സമയമായിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ടും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ബീച്ചിൻ്റെ പരിസരങ്ങളിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. നല്ലൊരു കാറ്റും കുളിർമയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാനായിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും മോളുണ്ടല്ലോ, ദാ ഇവിടെ നിറച്ച് കുഞ്ഞു കുഞ്ഞു കക്കകളുണ്ടായിരുന്നേ. അതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കുവാണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങളിങ്ങനെ കടൽ കാണാനായിട്ട് പോവാണ് കേട്ടോ. സാധാരണ അവധി ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നതാണ്. ഇന്ന് എന്തോ അത്രയ്ക്ക് അങ്ങ് തിരക്കുണ്ടായിരുന്നില്ല. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കടലിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കടൽ വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ ഇട്ട് കുറച്ച് നേരം നിൽക്കുന്നതേ. മോൾക്ക് എന്തോ ഇന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോയതാണ് കേട്ടോ. ഞാനങ്ങനെ പോയി കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് നിന്ന് കേട്ടോ. നല്ല സുഖമായിരുന്നു അങ്ങനെ ആ തിരയടിച്ച് വരുന്നത് കാണാനും. ആ തിരയിലിങ്ങനെ ഉയർന്നു വരുന്ന നമ്മുടെ ഈ എന്താ പറയുക, സ്പീഡ് ബോട്ടില്ലേ, അതൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഫോണും എടുത്തുകൊണ്ട് പോയി. കടലിൻ്റെ ആ ഒരു ഭംഗി നമുക്കൊന്ന് കുറച്ച് വീഡിയോയിൽ പകർത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും പകർത്തിയ കടലിൻ്റെ വിഷ്വൽസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടു നോക്കൂ. പിന്നെ കുറേ നേരം വന്ന് അവിടെ കടൽക്കാറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കേട്ടോ. ഇതിനിടയ്ക്ക് കപ്പലണ്ടി വാങ്ങിച്ചു, ഐസ്ക്രീം വാങ്ങിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും എന്താ സന്ധ്യയായി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സൂര്യൻ കുഞ്ഞ് താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യാസ്തമയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്കിതാ ഇവിടെ ഒരാൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സൂര്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരായിരിക്കും? ഇതാ നമ്മുടെ ചന്ദ്രൻ കുഞ്ഞ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും സൂര്യൻ കുഞ്ഞ് പോയതല്ലേ, ആ സ്ഥിതിക്ക് ഞാനിവിടെ ഹാജരായിട്ടുണ്ടേ എന്ന് പറഞ്ഞ് ദാ ഇവിടെ കുഞ്ഞിനിവിടെ വന്ന് നിൽക്കുന്നുണ്ടോ. നോക്ക്, ആളിവിടെ റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. ഒരാൾ പോയപ്പോൾ ഞാനില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട കേട്ടോ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ദാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഇരുട്ടായതിനു ശേഷം ഞങ്ങൾ ദാ വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ് കേട്ടോ. ഐസ്ക്രീം കടയിലൊക്കെ നിറയെ ആൾക്കാരാണ്. പിന്നെ ലൈറ്റുകളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കി എന്ത് ഭംഗിയാണ് കാണാനെന്ന്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കടപ്പുറത്ത് ആ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി കുറച്ച് സർബത്തും പിന്നെ അതുപോലെ എനിക്കാണെങ്കിലോ ഒരു ലഡ്ഡു കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി കേട്ടോ. അങ്ങനെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടനൊരു ലഡ്ഡുവും കൂടെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഈ ചില സമയത്ത് മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്നങ്ങനെ തോന്നിയതാണ്. അപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് ശേഷം ഒരു ലഡ്ഡുവൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. അങ്ങനെ സോഡ സർബത്തും ലഡ്ഡുവൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എന്ത് വിശേഷം ഇത്രയുള്ളൂ. ടാറ്റ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.